വയനാട് വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ചന്ദനത്തടികൾ കാണാതായ വിഷയത്തിൽ വിചിത്രവാദവുമായി വള്ളിയൂർക്കാവ് ദേവസ്വം. കാണാതായ ചന്ദനത്തടികൾ ചിതലരിച്ചു പോയി എന്നാണ് ക്ഷേത്രം അധികൃതരുടെ വാദം. സംഭവവുമായി ബന്ധപ്പെട്ട് മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ക്ഷേത്രം സന്ദർശിച്ചു. ക്ഷേത്രാവശ്യത്തിന് മുറിച്ചുവെച്ച ചന്ദനമുട്ടികൾ കാണാതായ സംഭവത്തിലാണ് ക്ഷേത്രം അധികൃതരുടെ വിചിത്രവാദം. 2023 ഓഡിറ്റിൽ 58.47 കിലോ ചന്ദനമുട്ടിയുണ്ടായിരുന്നത് 32 കിലോയായി കുറഞ്ഞു. ചാക്കിൽ കെട്ടിവെച്ച നിലയിലുള്ള ചന്ദനമുട്ടികൾ പലതും ദ്രവിച്ചു നശിക്കുകയും ചെയ്തു. സംഭവം വിവാദമായതോടെ മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ക്ഷേത്രം സന്ദർശിച്ചു. പ്രാഥമിക അന്വേഷണത്തിൽ 22.6 കിലോ ചന്ദനം കാണാനില്ലെന്ന് കണ്ടെത്തി. വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് BJP തീരുമാനം. ഒരു 50 കിലോ ചന്ദനമാണ് ഇവിടുന്ന് മോഷണം പോയിരിക്കുന്നത്. ഇപ്പോൾ അവർ ഓഡിറ്റിംഗ് എന്തൊക്കെയോ പഴയ റിപ്പോർട്ടൊക്കെ കാണിച്ചിട്ട് 26 കിലോ ചന്ദനം ദ്രവിച്ചു പോയി എന്നാണ് പറഞ്ഞത്. മണ്ണായിട്ട് യാതൊരു കാരണവശാലും ചന്ദനം ദ്രവിക്കാനുള്ള സാഹചര്യം ഇല്ലയെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക്, ചോറ് തിന്ന അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാവും. അവർക്ക് തന്നെ ഉറപ്പില്ല. ഇവിടെ കുറച്ച് തടിക്കഷ്ണം മണ്ണ് ചെതലരച്ച തടിക്കഷ്ണം കാണിച്ചിട്ട് ഇതാണ് ഇവിടുത്തെ ചന്ദനം എന്ന് പറഞ്ഞിട്ട് ഒരു കൊട്ടയിലും ഒരു സഞ്ചിയിലും ഇവിടെ വെച്ച് സൂക്ഷിച്ചിട്ട് ഞങ്ങൾ കാണിക്കുകയുണ്ടായി. അത് കൃത്യമായി ലാബ് കൊണ്ടുപോയി അത് ചന്ദനം തടികൾ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഇവിടുത്തെ അധികാരികളാണ്. ദേവസ്വം വളപ്പിൽ നിന്ന് മുൻപ് ഒട്ടേറെ തവണ ചന്ദനമരങ്ങൾ മോഷണം പോയിരുന്നു. ക്ഷേത്ര ആവശ്യത്തിനായി ചന്ദനമരങ്ങൾ മുറിച്ച് തടികളായി ഓഫീസിൽ സൂക്ഷിച്ചത്. 10 വർഷത്തോളം മുമ്പാണ് ചന്ദനമരങ്ങൾ മുറിച്ചത്. മേൽശാന്തിക്ക് നൽകുന്ന ചന്ദനത്തടികളുടെ വിവരങ്ങൾ ദേവസ്വം രജിസ്റ്ററിൽ എഴുതുന്ന രീതിയാണ് സ്വീകരിച്ചിരുന്നത്. ഇതിലാണ് കുറവ് വന്നിരിക്കുന്നത്. അമൃത ന്യൂസ്, വയനാട്.